ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ്. കാരണം നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമെന്ന് പറഞ്ഞാൽ 2-3 വെണ്ടയ്ക്ക എടുത്ത് നടുകിന് കീറി വെച്ചിട്ടുണ്ട്. നല്ലപോലെ വൃത്തിയായി കഴുകി അത് നല്ലപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ചേർക്കാനുള്ള ആവശ്യത്തിനുള്ള പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളിട്ട് നല്ലപോലെ അതൊന്ന് തിരുമ്മിയെടുക്കണം. നല്ലപോലെ അതൊന്ന് തിരുമ്മി കൈ കൊണ്ട് തന്നെ തിരുമ്മി ഇനി ഒരു പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല കൂടി നമ്മളിതിലേക്ക് ചേർത്ത് വീണ്ടും അതേപോലെ നല്ലപോലെ ഒന്ന് തിരുമ്മി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിരുമ്മി ഒരു കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളിനി ഒരു ചട്ടി എടുക്കുകയാണ്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊടിയെല്ലാം പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്ക നമ്മൾ ഇതിലേക്ക് എടുത്തിടുന്നുണ്ട്. അപ്പം നല്ലപോലെ എണ്ണയെല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. നല്ല ടേസ്റ്റാണ്. ചിക്കൻ മസാല എല്ലാം ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നല്ലപോലെ അത് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചിതായിട്ട് വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളത് വേറൊരു ബൗളിലോട്ട് മാറ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അതാണ് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് തൈര്. അങ്ങനെ കട്ട തൈര്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല കട്ട തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.